ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയിലെ പുതിയ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് റഷ്യ, ചൈന, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അമേരിക്ക അവരുടെ ചുറ്റുപാടും അവരുടെ സ്വാധീനം നിലനിർത്തുന്നു. അമേരിക്ക വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും മറ്റ് രാജ്യങ്ങൾ കയറി കളിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുന്നു. ഈ വെനസ്വേലയില് റഷ്യയും ചൈനയും സമീപകാലത്തായിട്ട് വളരെയധികം ഇടപെടുകയും വെനസ്വേലയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു, ഇറാനും ക്യൂബയും അടക്കം. അപ്പൊ അത് ഇനി വേണ്ട എന്നാണ് വെനസ്വേലയോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഇന്ത്യയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് വലിയ കുഴപ്പമില്ല. ശരിക്കും ഇന്ത്യ അമേരിക്കക്കെതിരെയും ട്രംപിനെതിരെയും ഒന്നും പറയാതെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് നാളെ ഇറാനെ പോലെയോ അല്ലെങ്കിൽ റഷ്യയെ പോലെയോ അല്ല ആകേണ്ടത്. നമുക്ക് ചൈനയെ പോലെ അമേരിക്കയെ പോലെ ഒരു എക്കണോമിക് പവർ ആകണം. എക്കണോമിക് പവർ ആയാലേ നമുക്ക് ശക്തി ഉണ്ടാവുള്ളൂ, സൈനികമായിട്ട് നമുക്ക് വളരാൻ പറ്റൂ. റഷ്യയുടെ വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ വളരെ പവർഫുൾ ആണ്, വളരെ വലുതാണ്. പക്ഷേ എക്കണോമിക് പവർ ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ചൈന അങ്ങനെയല്ല. ചൈന വലുതുമാണ്, എക്കണോമിക് പവറുമാണ്. സോ അതാണ് വ്യത്യാസം. അപ്പൊ ഇന്ത്യ ഒരിക്കലും ഈ ഘട്ടത്തിൽ, നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അമേരിക്കയെ പിണക്കരുത്. ശരിക്കും ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികളെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചാണക്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജാവ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ റൂട്ടാണ്. ഏതെങ്കിലും കാരണവശാൽ റൂട്ടിന് പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ രാജ്യം ഇനി എത്ര സ്ട്രോങ് ആണെന്ന് നമ്മൾ കാണുമ്പോൾ തോന്നിയാലും ആ രാജ്യം തകർന്നു പോകും. ഇപ്പോൾ ഒരു മരത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു മരം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയുള്ള ഒരു മരമാണ്, വളരെ ഉറച്ച മരമായിട്ട് നമുക്ക് തോന്നും. വലിയ തടി, നല്ല ബലമുള്ള തടിയാണെന്ന് തോന്നും. അതിലൊരുപാട് ശാഖകളും ഒരുപാട് ഇലകളും പൂക്കളും ഒക്കെ ഉള്ളതായിട്ട് തോന്നും. അത് സ്ട്രോങ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ വേരിന് ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേരിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ മരമാണെങ്കിലും അത് നിലം പൊത്തുക തന്നെ ചെയ്യും. അതുപോലെയാണ് ഭരണാധികാരിയെ കുറിച്ച് ചാണക്യം പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഒരു റൂട്ട് പോലെയാണ്. അപ്പൊ ആ റൂട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള മരമാണെങ്കിലും അത് താഴെ വീഴും. അരഗന്റ് ആയിട്ടുള്ള, അഹങ്കാരിയായിട്ടുള്ള, വിഡ്ഢിയായിട്ടുള്ള ഒരു ഭരണാധികാരി നമ്മുടെ അയൽ രാജ്യത്തോ അല്ലെങ്കിൽ സുഹൃത്തോ ശത്രുവോ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോവേണ്ട കാര്യമില്ല. അവരെ പബ്ലിക്കായിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് അവരോട് ഒരു ഏറ്റുമുട്ടലിന് പോകരുത്. അവരെ നമ്മൾ മര്യാദ പഠിപ്പിക്കാൻ പോകരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഉപദേശിക്കാനോ മര്യാദ പഠിപ്പിക്കാനോ പോകരുത്. പകരം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. മേൽപ്പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിഡ്ഢിയായ, അഹങ്കാരിയായ ഭരണാധികാരിയുള്ള ആ രാജ്യം നമ്മുടെ സുഹൃത്താണെങ്കിൽ നമ്മുടെ ശത്രുവായിട്ട് മാറും. ഇനി നമ്മുടെ ശത്രു ആണെങ്കിൽ അവരെ അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൂടുതൽ ഒന്നിപ്പിക്കുകയും നമുക്കെതിരായിട്ട് അവർ തിരിയുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും നല്ല വെപ്പൺ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണെന്നാണ് ചാണക്യം പറഞ്ഞിട്ടുള്ളത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടല്ലോ, അയാൾ തീർച്ചയായിട്ടും അയാളുടെ ശക്തിയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ആ രാജ്യത്തിന്റെ ശക്തിയെ, സ്വന്തം രാജ്യത്തിന്റെ ശക്തിയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ട്രംപിന്റെ മുഖം തെളിയുന്നുണ്ടാവും. അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ട്രംപിനെ പോലുള്ള ഭരണാധികാരികളെ കുറിച്ച് ചാണക്യൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഭരണാധികാരികൾ അവരുടെ സ്ട്രെങ്ത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും, മറ്റുള്ളവരുടെ സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ആവേശകരമായ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ചാണക്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത്തരം ഒരു ഭരണാധികാരി നമ്മുടെ അയൽ രാജ്യത്തോ നമ്മളോട് പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രാജ്യത്ത് ലോകത്തുണ്ടെങ്കിൽ, ഭൂമിയുടെ കാര്യം എടുക്കാം, ഭൂമിയിൽ ഒരു ഭരണാധികാരി വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്നു, അയാൾ അഹങ്കാരിയും മേൽപ്പറഞ്ഞ സവിശേഷതകളുള്ള വ്യക്തിയുമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇമോഷണൽ റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ കുറെ ആൾക്കാർ അമേരിക്ക അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചോര തിളച്ച് കിടന്ന് ചാടുന്നുണ്ടല്ലോ. അത് പാടില്ല എന്നാണ് ചാണക്യം പറയുന്നത്. നമ്മൾ ഇമോഷണൽ റിയാക്ഷൻസിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കാമായിട്ട് കാത്തിരിക്കണം. കാരണം ആ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടത് ഒന്നും നമ്മൾ ചെയ്യണ്ട. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഇപ്പോൾ അവിടെ രാജാവായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ടിരിക്കുന്നത്. അയാളുടെ പ്രവർത്തികൾ തന്നെ ആ രാജ്യത്തെ സ്വയം ഇല്ലാതാക്കുമെന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുമായിട്ട് എക്കണോമിക്കലി നമ്മൾ എൻഗേജ് ചെയ്യണം. പക്ഷെ അതേ സമയത്ത് തന്നെ ഡിപ്പെൻഡൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അങ്ങനെയുള്ള രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യണം. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ നമ്മൾ ശക്തിപ്പെടുത്തണം. സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം.
അത് മാത്രമല്ല സിംഗിൾ സോഴ്സ് ഡിപ്പെൻഡൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ട്രാപ്പിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത്തരം ഭരണാധികാരികളുള്ള രാജ്യങ്ങൾക്കെതിരായിട്ട് നേരിട്ട് പോകുന്നതിന് പകരം കൂടുതൽ പാർട്ട്ണർഷിപ്പുകൾ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് കഴിയാവുന്നത്ര രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, ഗ്ലോബൽ ടൈസ് കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ വിശ്വാസം ആർജിക്കുക. അഹങ്കാരിയായ ഭരണാധികാരികൾ ലോകത്തുണ്ടെങ്കിൽ അവരോട് ഈ രീതിയിൽ നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതേ സമയത്ത് തന്നെ ചാണക്യൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു വിഡ്ഢിയായ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തെ അതിന്റെ ശത്രുക്കളല്ല തോൽപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ സമയവും ഈഗോയും അതുപോലെ തന്നെ അയാളുടെ തന്നെ ഡിസിഷൻസുമാണ് അയാളെ സ്വയം പരാജയപ്പെടുത്തുന്നത് എന്ന് ചാണക്യൻ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ഭരണാധികാരികളെ മിസ്റ്റേക്സ് ചെയ്യുന്നതിൽ നിന്ന് തടയരുത്. അയാൾ മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. നമ്മൾ ഒരിക്കലും അയാളെ തടയാനോ ഉപദേശിക്കാനോ നന്നാക്കാനോ പോകരുത്. അയാളുടെ ഈഗോയും അയാളുടെ തന്നെ തീരുമാനങ്ങളും കാരണം അയാളും ഇല്ലാതാകും, ചിലപ്പോൾ ആ രാജ്യത്തെയും ഇല്ലാതാക്കും എന്നുള്ളതാണ് വസ്തുത. നമ്മളെപ്പോലൊരു രാജ്യം, ഇപ്പോൾ അമേരിക്കയുടെ കേസിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഈഗോ ഹർട്ടായിട്ടുണ്ട്. അതാണ് ചാണക്യൻ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ അവരുടെ ഈഗോ ഹർട്ട് ചെയ്യരുത്. ഈഗോ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ തിരിയും. ഇവിടെ എവിടെയാണ് ഈഗോ ഹർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയുടെ മധ്യസ്ഥത വഹിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ, അതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ മൂന്നാമതൊരു രാജ്യം ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യ ശക്തമായും പറഞ്ഞല്ലോ. അവിടെ അപ്പോൾ ട്രംപ് കള്ളം പറഞ്ഞതുപോലെ ആയിപ്പോയി. അപ്പൊ ട്രംപ് ശരിക്കും നാണം കെട്ടുപോയി. ട്രംപ് അമേരിക്കക്കാർക്കിടയിലും ലോകത്തിന് മുന്നിലും അവിടെ അയാളുടെ ഈഗോ ഹേർട്ടായി. അതാണ് ഇപ്പോൾ അയാൾ ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഗവൺമെന്റ് പലപ്പോഴും പ്രതികരിക്കാൻ നിർബന്ധിതമാകും. എന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ, ചില തുക്കട നാഷണൽ മീഡിയാസ്, അവരെയൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് ഒരു സൈഡിലേക്ക് ഒതുക്കിയെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ആവശ്യമില്ലാത്ത പ്രഷർ ഗവൺമെന്റിന് മേൽ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമേരിക്ക വെനസ്വേല ചെയ്ത കാര്യത്തിൽ ഇന്ത്യ പ്രതികരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് മേൽ പ്രഷർ ചെലുത്തുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മറ്റേ 56 ഇഞ്ച് എവിടെ പോയി, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ലേ, നിങ്ങൾക്ക് ധൈര്യമില്ലേ, പേടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഗവൺമെന്റിനെ പ്രഷർ ചെലുത്തുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റിന് പ്രതികരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ അമേരിക്ക പോലെ ഒരു ശക്തമായ രാജ്യത്ത് ട്രംപിനെ പോലെ ഒരു മണ്ടനായ ഒരു ഭരണാധികാരി വന്നിരിക്കുമ്പോൾ ശരിക്കും നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ ബുദ്ധിപരമായിട്ട് വേണം നേരിടാൻ. കാരണം സൈനിക ശക്തിയിലാണെങ്കിലും എക്കണോമിക് പവറിലാണെങ്കിലും അമേരിക്ക നമ്മളെക്കാൾ മുമ്പിലാണ്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശരിയാണ്, അമേരിക്ക ഒരിക്കലും ഇന്ത്യ ആക്രമിക്കില്ല. നമ്മളൊരു വലിയ സൈനിക ശക്തിയാണ്, ലോകത്തെ 4ാമത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ള ബുദ്ധിമോശം അമേരിക്ക കാണിക്കില്ല. പക്ഷെ നമ്മളെ ഉപരോധങ്ങളിൽ പെടുത്തിയും പ്രഷർ ചെലുത്തിയും ഒക്കെ നമ്മളെ ഉപദ്രവിക്കാൻ അമേരിക്കയെ കൊണ്ട് പറ്റും. അതാണിപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതും. താരിഫ് ചുമത്തിയും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഇവിടെ ഗവൺമെന്റിന് മേൽ അനാവശ്യ പ്രഷർ കൊടുത്തുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മളായിട്ട് വരുത്തി വയ്ക്കുകയാണ്. ഇവിടെ അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തെ നമ്മൾ എതിരിടേണ്ടത് ഈ സമയത്തല്ല. അമേരിക്കയോടൊപ്പം ശക്തമായതിനു ശേഷമോ അമേരിക്കയെക്കാൾ ശക്തമായതിനു ശേഷമോ നമുക്ക് അവരോട് ഏറ്റുമുട്ടാൻ നിൽക്കാം. അതിപ്പോഴല്ല, ഒരു 10, 30, 40 വർഷം കഴിഞ്ഞിട്ടാണ്. 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടുമ്പോൾ അമേരിക്ക അപ്പോഴേ ലോകത്തെ സൂപ്പർ പവറാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ അവർ എത്ര ശക്തമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അവർ വളരെ പവർഫുൾ ആണ്. അപ്പൊ അവരോട് നേരിടേണ്ടത് ഈ സമയത്തല്ല, ഇവിടെ നമ്മൾ ബുദ്ധിപരമായി പക്വമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനെ പോലുള്ള അഹങ്കാരികളായിട്ടുള്ള ഭരണാധികാരികളുടെ കയ്യിൽ അതായത് നിർവചിക്കാൻ കഴിയാത്തത്ര പവർ വന്നു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും. ഇപ്പൊ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ബന്ധങ്ങൾക്കൊന്നും അവരൊരു വാല്യൂം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ടേമിൽ മോദിയുടെ കഴുത്തിക്കയറ്റ് നടന്ന ആ ട്രംപ് ആണോ ഇപ്പൊ ഇന്ത്യക്കെതിരെ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു ട്രംപിന്. അപ്പൊ ട്രംപ് തന്നെ അമേരിക്കയുടെ നാശത്തിന് കാരണമായിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ അവരെ മുമ്പ് ആളാവാനും പോണ്ട, അവരെ എതിർക്കാനും പോണ്ട, വിമർശിക്കാനും പോണ്ട. നമ്മൾ നമ്മുടെ വളർച്ചയിൽ ശ്രദ്ധ കൊടുക്കുക, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.